ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ചെയ്യുന്ന ചില ശീലങ്ങൾ മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ആകർഷണം ഇല്ലാതാക്കും. അട്രാക്ഷൻ എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആകർഷണം, മറ്റുള്ളവർ നമ്മളിലേക്ക് ആകർഷിക്കുക. നമ്മുടെ എന്തെങ്കിലും ക്വാളിറ്റീസ് കൊണ്ടോ എന്തെങ്കിലും കഴിവ് കൊണ്ടോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. ഒരാളുമായിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ പ്രൊഫഷണൽ ലൈഫിൽ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയെടുക്കാനും ഈ പറഞ്ഞ രണ്ട് കാര്യത്തിലും നമ്മുടെ ഒരു സക്സസ് തീരുമാനിക്കുന്നതിന് അട്രാക്ഷന് വലിയൊരു പങ്ക് തന്നെയുണ്ട്. അട്രാക്റ്റീവ്നെസ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ അതിജീവനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. മനുഷ്യനുണ്ടായ കാലം തൊട്ട് ഈ മോഡേൺ കാലഘട്ടം വരെ അതിനൊരു മാറ്റവും വന്നിട്ടില്ല. നിങ്ങൾക്കൊരു ലൈഫ് പാർട്ട്ണറിനെ കിട്ടണമെങ്കിലും അതുപോലെ നിങ്ങളുടെ ലവ് ലൈഫ് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ സക്സസ് ആവണമെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം, നിങ്ങളുടെ ജോലി, ഇതിലൊക്കെ ഒരു സക്സസ് റേറ്റ് ഉണ്ടാകാനും സത്യത്തിൽ അട്രാക്ഷൻ ഒരു കീ റോള് തന്നെ വഹിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആകർഷണത്തെ, നമ്മുടെ അട്രാക്ഷനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ചെയ്യുന്ന ചില ശീലങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കഴിയുമെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. എന്താണ് നമ്മുടെ അട്രാക്ഷനെ ഇല്ലാതാക്കുന്ന ആ കാര്യങ്ങൾ? ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എപ്പോഴും അവരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവരോടെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക, അവരെ എപ്പോഴും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാം ഓവറാണ്. അതായത് കൺട്രോളിനും അപ്പുറം ഓവറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൺട്രോളും ഇല്ല, എല്ലാ കാര്യവും ഓവറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓവറായിട്ട് ചാറ്റ് ചെയ്യുന്നു, ഓവറായിട്ട് അവരോട് കാര്യങ്ങൾ പറയുന്നു, ഓവറായിട്ട് അവരെ ഫോൺ ചെയ്യുന്നു. അതും നിങ്ങൾ ജനിച്ച സമയം തൊട്ട് ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങളുടെ രഹസ്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഓവറായിട്ട് അവരോട് നിങ്ങൾ ഷെയർ ചെയ്യും. ഇത് തുടക്കത്തിൽ നല്ല രസമൊക്കെ ആണെങ്കിലും അവർക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ, ഒരു ആകർഷണം ഇല്ലാതാക്കാൻ ഇതൊരു മെയിൻ റോള് തന്നെ വഹിക്കുന്നുണ്ട്. നമ്മൾ ഓവറായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴും ചെയ്തു കൊടുക്കുമ്പോഴും സത്യത്തിൽ നമ്മൾ അവിടെ ഒരു നീഡി പേഴ്സൺ ആവുകയാണ്. അതായത് അത്യാഗ്രഹിയായിട്ടുള്ള ഒരു വ്യക്തി എന്തോ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രാമ കളിക്കുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ നിങ്ങളോടുണ്ടായിരുന്ന നല്ലൊരു അട്രാക്ഷൻ അതില്ലാതാക്കാൻ ഈ ഒരു കാരണം തന്നെ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യവും ഓവറാക്കാതിരിക്കുക. അതായത് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക, അറിയേണ്ട കാര്യങ്ങൾ മാത്രം അവരെ അറിയിക്കുക. ഒരു ദുരുദ്ദേശത്തോടെ അല്ല നിങ്ങൾ അവരെ സമീപിക്കുന്നത് അല്ലെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ ഇതിനെപ്പറ്റി ഒരു സംശയം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളുടെ ഈ ഒരു ശീലം ധാരാളം. റിലേഷൻഷിപ്പും ജോലിയും മാത്രമല്ല, എനിക്കതിനപ്പുറവും ജീവിതമുണ്ട്, ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇങ്ങനൊരു തോന്നൽ നിങ്ങളുടെ സർക്കിളിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പാർട്ട്ണർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ ഒരാൾക്ക് നമ്മളോട് ഒരു ആകർഷണം തോന്നണമെങ്കിൽ നമ്മൾ കുറച്ച് മിസ്റ്റീരിയസ് ആയിരിക്കണം. അതുപോലെ അയാളുടെ ഉള്ളിൽ നമ്മളെപ്പറ്റി ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ടായിരിക്കും. നമ്മുടെ ലൈഫ് എങ്ങനെയാണ്, നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, നമ്മുടെ രഹസ്യങ്ങൾ എന്ത്, നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് സക്സസ് അച്ചീവ് ചെയ്യുന്നത്, നമ്മുടെ പ്ലാനിങ് എന്ത്, നമ്മുടെ ടൈം എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു, ഇത് നമ്മൾ പറഞ്ഞറിയേണ്ട കാര്യങ്ങളല്ല, മറിച്ച് അവർ തന്നെ അന്വേഷിച്ച് ഡീകോഡ് ചെയ്ത് എടുക്കാൻ അവർക്കൊരവസരം കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അങ്ങനെ അവർ നമുക്ക് വേണ്ടി കുറച്ചൊക്കെ എഫേർട്ട് ഇടുകയും അതിലൂടെ അവരുടെ ഉള്ളിൽ നമ്മൾ ഒരു അട്രാക്റ്റീവ് പേഴ്സണായി മാറുകയും ചെയ്യും. ഒരാൾ അയാളുടെ ലൈഫ് എങ്ങനെ മാനേജ് ചെയ്യും അത് അറിയാനുള്ള ഒരു ആകാംക്ഷയും അത് കണ്ടുപിടിക്കാനുള്ള ഒരു എഫർട്ടുമാണ് ആ വ്യക്തിയിലേക്ക് അയാളെ കൂടുതൽ അടുപ്പിക്കുന്നത്. അങ്ങനെയാണ് ഒരു അട്രാക്ഷൻ ബിൽഡ് ചെയ്തെടുക്കുന്നത്. മറിച്ച് അയാൾ സ്വന്തം ജീവിതത്തെ ഒരു തുറന്ന പുസ്തകം പോലെ മറ്റൊരാളുടെ മുന്നിൽ കാണിക്കുകയാണെങ്കിൽ അയാൾക്കൊരു അട്രാക്ഷൻ തോന്നുകയുമില്ല, മറിച്ച് ഉണ്ടായിരുന്ന ഒരു ആകർഷണം ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.